Good afternoon, students. In this class, we will be studying about the break-even chart. So, നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ അനാലിസിസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ബ്രേക്ക് ഈവൻ ചാർട്ട് ആൻഡ് സെക്കൻഡ് വൺ ഈസ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഓക്കെ, ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. എന്താണ് ബ്രേക്ക് ഈവൻ അനാലിസിസ്? ബ്രേക്ക് ഈവൻ അനാലിസിസ് മീൻസ് it is the method of presenting or studying interrelationship among cost, volume, sales and profit at various levels of activity. സത്യത്തിൽ എന്താണ് കോസ്റ്റ്, വോളിയം, പ്രോഫിറ്റ്, അതായത് CVP അനാലിസിസിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ അനാലിസിസ് എന്ന് പറയുന്നത്. That means it is the point of level of activity where total cost is equal to total revenue. അതായത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും ഈക്വൽ ആയിരിക്കുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ അനാലിസിസ് അല്ലെങ്കിൽ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഈ പോയിന്റിൽ നോ ലോസ് നോ പ്രോഫിറ്റ് ആണ്, അതായത് ടോട്ടൽ റവന്യൂവും ടോട്ടൽ കോസ്റ്റും സെയിം ആയിരിക്കും. സോ കമ്പനിക്ക് പ്രോഫിറ്റും ഉണ്ടാവില്ല, ലോസും ഉണ്ടാവില്ല. കമ്പനിക്ക് ഇതിന് മുകളിലേക്ക് വരുന്ന, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റിന് മുകളിലേക്ക് വരുന്ന പോയിന്റ്സുകളെല്ലാം തന്നെ എന്തായിരിക്കും, പ്രോഫിറ്റ് ആയിരിക്കും. ബ്രേക്ക് ഈവൻ പോയിന്റിന് താഴേക്ക് വരുന്ന പോയിന്റുകളെല്ലാം തന്നെ ലോസ് ആയിരിക്കും. So we can say that at break even point, it is the point at which the profit started to rise and the losses started to diminishes. പ്രോഫിറ്റ് റൈസ് ചെയ്യാനും ലോസ് ഡിമിനിഷ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. സോ ബ്രേക്ക് ഈവൻ പോയിന്റ് മീൻസ് നോ പ്രോഫിറ്റ് നോ ലോസ്. നോ പ്രോഫിറ്റും നോ ലോസും എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണ് എന്ത്, ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു കമ്പനിയിലെ കോൺട്രിബ്യൂഷൻ ഈക്വൽസ് ടു ഫിക്സഡ് കോസ്റ്റ് ആണെങ്കിൽ നമുക്കതെന്ത് പറയാം, അത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണെന്ന് പറയാം. അതെന്ന് പറഞ്ഞാൽ എന്താണ്, കമ്പനിക്ക് ഒരു പ്രോഫിറ്റും ഇല്ല, ഒരു ലോസും ഇല്ല. നമ്മൾ എങ്ങനെയാണ്, സെയിൽസ് മൈനസ് വേരിയബിൾ കോസ്റ്റ് ആണ് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ്റെ കൂടെ നമ്മൾ കോൺട്രിബ്യൂഷനിൽ നിന്നും ഫിക്സഡ് കോസ്റ്റ് മീറ്റ് ചെയ്ത് ബാക്കി പോർഷൻ ആണ് എന്ത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. സോ അവിടെ പ്രോഫിറ്റിൻ്റെ പോർഷൻ ഇല്ലെങ്കിൽ എന്താണ്, കോൺട്രിബ്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റും സെയിം ആണ്. അതായത് പ്രോഫിറ്റ് എന്ന് പറയുന്ന പോർഷൻ ഇല്ല, അതായത് കമ്പനിയുടെ പ്രോഫിറ്റും ഒരു കമ്പനിയുടെ കോൺട്രിബ്യൂഷൻ ആ കമ്പനിയുടെ ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആണെങ്കിൽ അവിടെ എന്താണ്, BEP ആണ്. അതായത് ആ കമ്പനിക്ക് എന്തില്ല, പ്രോഫിറ്റും ഇല്ല, ലോസും ഇല്ല. ഓക്കെ, കമ്പനിയിൽ കിട്ടുന്ന എമൗണ്ട് മുഴുവൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യാണ്, കമ്പനിയിൽ ഇൻക്വയർ ചെയ്യുന്ന ഫിക്സഡ് കോസ്റ്റ് പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാണ്. കമ്പനിക്ക് പ്രത്യേകമായിട്ട് പ്രോഫിറ്റ് ഒന്നും ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് ഫിക്സഡ് കോസ്റ്റ് വിൽ ബി ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ. In other words, we can say that your total sales will be equal to your total cost. കമ്പനി സെയിൽസ് ചെയ്ത് കിട്ടിയത് മുഴുവൻ നമ്മുടെ കമ്പനിയുടെ ടോട്ടൽ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമായിരിക്കും. കമ്പനിയുടെ കോസ്റ്റ് മീറ്റ് ചെയ്യാനുള്ള എമൗണ്ട് മാത്രമേ കമ്പനിക്ക് കമ്പനിയുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്നുള്ളൂ. ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ താഴെയാണ് നിങ്ങളുടെ സെയിൽസ് എങ്കിൽ നിങ്ങൾക്ക് ലോസ് ആണ് ഉണ്ടാവുക. ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ മുകളിലാണ് നിങ്ങൾക്ക് സെയിൽസ് എങ്കിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ഉണ്ടാവുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, ബ്രേക്ക് ഈവൻ പോയിന്റിൻ്റെ മുകളിലാണെങ്കിൽ പ്രോഫിറ്റും താഴെയാണെങ്കിൽ എന്തായിരിക്കും, ലോസും ആയിരിക്കും ഉണ്ടായിരിക്കുക. അറ്റ് ബ്രേക്ക് ഈവൻ പോയിന്റ് യുവർ ലോസസ് എൻഡ്സ് ആൻഡ് യുവർ പ്രോഫിറ്റ് സ്റ്റാർട്ടഡ് ടു റൈസ്. നമ്മൾ ബ്രേക്ക് ഈവൻ അനാലിസിസ് തന്നെ രണ്ട് സെൻസിൽ യൂസ് ചെയ്യുന്നുണ്ട്, നാരോ സെൻസിലും ബ്രോഡ് സെൻസിലും. നാരോ സെൻസിൽ നമ്മൾ എന്താണ്, BEP ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് ഓർ ടോട്ടൽ റവന്യൂ ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ്. അതാണ് നാരോ സെൻസിൽ നമ്മൾ BEPനെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഇൻ ബ്രോഡ് സെൻസിൽ നമ്മൾ BEP എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ബിഹേവിയർ ഓഫ് CVP, അതായത്
നമ്മൾ എന്താണ് CVP അനാലിസിസ് ആണ് നടത്തുന്നത് ബ്രോഡ് സെൻസിൽ. ഓക്കെ, that is how CVP, that is how your volume of production affect cost and profit of your level of activities. അതങ്ങനെ എങ്ങനെയാണ് നിങ്ങളുടെ വോളിയം ഓഫ് പ്രൊഡക്ഷൻ കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ബ്രോഡ് സെൻസിൽ BEP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ബ്രേക്ക് ഈവൺ അനാലിസിസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണ്. ബ്രേക്ക് ഈവൺ ചാർട്ട് എന്താണെന്ന്. സോ ബ്രേക്ക് ഈവൺ ചാർട്ട് ഇറ്റ് ഈസ് ദ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ബ്രേക്ക് ഈവൺ അനാലിസിസ്. ബ്രേക്ക് ഈവൺ അനാലിസിസിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്ത് ബ്രേക്ക് ഈവൺ ചാർട്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ബ്രോഡ് സെൻസിലാണ്. ദാറ്റ് ഈസ് വി ആർ അനലൈസിങ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ്. എങ്ങനെയാണ് വോളിയം എഫക്റ്റിംഗ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് ഓഫ് ദ കമ്പനി. അതായത് വോളിയം എങ്ങനെ ഒരു പ്രൊഡക്ഷൻ വോളിയം എങ്ങനെ കോസ്റ്റിനെയും പ്രോഫിറ്റിനെയും എഫക്റ്റ് ചെയ്യുന്നു. ഇറ്റ് ഷോസ് ദ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷൻ. അത് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് പ്രോഫിറ്റിനെയും ലോസിനെയും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. പ്രൊഡക്ഷൻ്റെ ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് പ്രോഫിറ്റിനെ എങ്ങനെയാണ് ലെവൽസ് ഓഫ് പ്രൊഡക്ഷനിലെ പ്രോഫിറ്റിനെയും ലോസിനെയും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നതെന്നാണ് ഈ ചാർട്ട് ഷോ ചെയ്യുന്നത്. ഓക്കെ, BEP ഈസ് ദ പോയിന്റ് അറ്റ് വിച്ച് ടോട്ടൽ സെയിൽസ് കട്ട്സ് ദ ടോട്ടൽ കോസ്റ്റ് ലൈൻ. ടോട്ടൽ സെയിൽസ് ടോട്ടൽ കോസ്റ്റ് ലൈനിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത് BEP പോയിന്റ് എന്ന് പറയുന്നത്. There are certain assumptions regarding break-even chart. First one is cost can be classified into fixed and variable cost. Fixed cost ഉണ്ട് variable cost ഉണ്ട്. Fixed cost remain fixed at all levels of activities. എത്ര ആക്ടിവിറ്റീസ് എത്ര ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്ത് എത്ര പ്രൊഡക്ഷൻ നടത്തിയാലും ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും റിമൈൻസ് കോൺസ്റ്റൻറ്റ്. വേരിയബിൾ കോസ്റ്റ് എന്ത് ചെയ്യും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും ഇൻക്രീസ് ചെയ്ത് വരും. സെല്ലിംഗ് പ്രൈസ് പെർ യൂണിറ്റ് റിമൈൻസ് കോൺസ്റ്റൻറ്റ്. പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് സെയിം തന്നെയായിരിക്കും. സെയിൽസ് മിക്സിൽ ചേഞ്ചസ് ഒന്നും വരില്ല. യൂണിറ്റ്സ് എൻ്റെ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ്. നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ യൂണിറ്റ്സും എന്ത് ചെയ്യുന്നുണ്ട് സെല്ല് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഓപ്പണിംഗ് സ്റ്റോക്കോ ക്ലോസിംഗ് സ്റ്റോക്കോ ഇല്ല. മാനേജ്മെൻറ്റ് ലെവൽ ഓഫ് എഫിഷ്യൻസിയും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് പോളിസീസിനൊന്നും ചേഞ്ചസ് വരുന്നില്ല. ഇനി അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേക്ക് ഈവൺ ചാർട്ട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് റിലേഷൻഷിപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രേക്ക് ഈവൺ ചാർട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇറ്റ് ഓൾസോ ഷോസ് BEP ആൻഡ് ഓൾസോ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് വേരിയിങ് ലെവൽസ് ഓഫ് ആക്ടിവിറ്റി. നമുക്ക് ബ്രേക്ക് ഈവൺ പോയിന്റ് ഏതാണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റ് ഓർ ലോസ് ഡിഫറെൻറ്റ് ലെവൽസിൽ വരുന്ന എസ്റ്റിമേറ്റഡ് പ്രോഫിറ്റും ലോസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇറ്റ് റെപ്രസെൻറ്റ്സ് ദ ഇൻഫോർമേഷൻ ഇൻ ആൻ ഈസിലി അണ്ടർസ്റ്റാൻഡബിൾ മാനർ. നമുക്കൊരു ഗ്രാഫ് നോക്കിയാൽ എന്ത് ചെയ്യാം, പെട്ടെന്നൊരു ചാർട്ട് നോക്കിയാൽ അതിലുള്ള ഡീറ്റെയിൽസ് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഏതാണ് ഈ BEP, ഏത് പോയിന്റിലാണ് നമുക്ക് BEP, ഏത് പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് ലോസ് വരും, ഏത് പോയിന്റ് കഴിഞ്ഞാൽ നമുക്ക് എത്ര ലെവൽ ഓഫ് പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ കമ്പനിക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കൊരു ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്താൽ ഇൻഫർമേഷൻ പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ വേണ്ടി സാധിക്കും. ഇറ്റ് ഇൻറ്റിഗ്രേറ്റ്സ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് പ്രൊഡക്ട്സിൻ്റെ പ്രോഫിറ്റബിലിറ്റി കാണിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒപ്റ്റിമം പ്രൊഡക്ട്സിനെ കാണിക്കുന്നുണ്ട്, ഇത്ര കഴിഞ്ഞാൽ പ്രോഫിറ്റബിലിറ്റി ആണെന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഇറ്റ് ഓൾസോ ഷോസ് ടൂൾ ഓഫ് കോസ്റ്റ് ഓഫ് കൺട്രോൾ. കോസ്റ്റ് ഓഫ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് BEP പോയിന്റിന് ശേഷം പ്രൊഡ്യൂസ് ചെയ്താലേ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുള്ളൂ. ആ BEP പോയിന്റിന് താഴേക്ക് വന്നാൽ കമ്പനി ലോസ് ആണ് ഏൺ ചെയ്യുന്നത്. സോ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യണം എന്നുള്ള ഒരു ടൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം BEP ചാർട്ട് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. BEP ബ്രേക്ക് ഈവൺ പോയിന്റ് ഡിറ്റർമൈൻസ് ചെയ്യാൻ വേണ്ടി ബ്രേക്ക് ഈവൺ ചാർട്ട് യൂസ് ചെയ്യാം. പിന്നെ പ്രൊഡക്റ്റ് മിക്സിന് വേണ്ടിയിട്ട് ബ്രേക്ക് ഈവൺ ചാർട്ട് യൂസ് ചെയ്യാം. പിന്നെ ലിമിറ്റേഷൻസ് നോക്കാം. ബേസിക് അസംഷൻസിനെയൊക്കെ ഉൾട്ട ചെയ്യുന്നതാണ് ലിമിറ്റേഷൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്നുണ്ട് ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ്റ് എന്നാണ് നമ്മുടെ ബേസിക് അസംഷനിൽ പറയുന്നത്. പക്ഷേ ലോങ് റണ്ണിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, കോൺസ്റ്റൻ്റ് ആവണം എന്നില്ല. ഈ ഫിക്സഡ് കോസ്റ്റ് റിമൈൻ കോൺസ്റ്റൻ്റ് ആവണം എന്നില്ല.
പിന്നെ പറയുന്നത് നമ്മൾ പറഞ്ഞു എല്ലാ യൂണിറ്റ്സും ഓൾ എൻറ്റയർ യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ആർ സോൾഡ് എന്ന് പറയുന്നു. ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും ഇല്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ എല്ലാ ഫേംസിൻ്റെ കേസിൽ അങ്ങനെ ആവണമെന്നില്ല. നമ്മുടെ എല്ലാ ഫേംസിൻ്റെ കേസിൽ ഇൻ പ്രാക്ടീസ് എന്താണ്, എല്ലാ ഫേംസിനും ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്സും ഉണ്ടാവും. പിന്നെ തേർഡ് പോയിന്റ്സ് നോക്കാം. സെല്ലിംഗ് പ്രൈസ് മേ ചേഞ്ച് വിത്ത് വോളിയമിനനുസരിച്ച് എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് ഇൻ കേസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റീസ് ക്യാൻ ബി സോൾഡ് അറ്റ് ലോവർ പ്രൈസ്. നമ്മൾ അറിയാം ഹോൾസെയിൽ പ്രൈസിൽ നമ്മൾ എന്ത് ചെയ്യും, പ്രൊഡക്ട്സ് നമ്മൾ റെഡ്യൂസ്ഡ് പ്രൈസിൽ സെല്ല് ചെയ്യും. അതായത് എന്താണ്, സെല്ലിംഗ് പ്രൈസ് വോളിയത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് കുറച്ച് കൊടുക്കും ഇല്ലേ. നമ്മൾ അസംഷനെ പറഞ്ഞു സെല്ലിംഗ് പ്രൈസിൽ ചേഞ്ചസ് വരികയല്ലാന്ന്, പക്ഷെ നമ്മൾ ഇൻ പ്രാക്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം കൂടുന്നതിനനുസരിച്ച് സെല്ലിംഗ് പ്രൈസ് റെഡ്യൂസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദ പ്രൊഡക്റ്റ് മിക്സ് റിമൈൻസ് ദ സെയിം മെ നോട്ട് ഹോൾഡ് ഗുഡ് അറ്റ് ലോങ് റൺ. പ്രൊഡക്റ്റ് മിക്സിൽ ചേഞ്ച് വരുന്നത് ലോങ് റണ്ണിൽ എന്തായിരിക്കില്ല, കമ്പനിക്ക് ഒരു ഗുഡായിട്ട് വരില്ല. ഓൺലി ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് ക്യാൻ ബി ഷോൺ ഇൻ ദ സിംഗിൾ ബ്രേക്ക് ഇവൻ ചാർട്ട്. അത് ശരിയാണ്. എന്താണ്, വളരെ ലിമിറ്റഡ് ഇൻഫർമേഷൻസ്, അതായത് ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെയിൽസ്, അങ്ങനെയുള്ള ലിമിറ്റഡ് ഇൻഫോർമേഷൻസ് മാത്രമേ നമുക്കൊരു സിംഗിൾ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ ഷോ ചെയ്യാൻ വേണ്ടി സാധിക്കുള്ളൂ. നെക്സ്റ്റ് വൺ ഈസ് ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, മാർക്കറ്റ് കണ്ടീഷൻ, ഗവൺമെൻറ് പോളിസീസ്. അങ്ങനെ പ്രോഫിറ്റബിലിറ്റീനെ എഫക്റ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണ്, അതായത് ക്യാപിറ്റൽ എംപ്ലോയ്ഡ്, മാർക്കറ്റ് കണ്ടീഷൻ, ഗവൺമെൻറ് പോളിസീസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ബ്രേക്ക് ഇവൻ ചാർട്ടിൽ മെൻഷൻ ചെയ്യുന്നില്ല. പിന്നെ ഇറ്റ് റെപ്രസെൻറ്റ് സ്റ്റാറ്റിക് പിക്ചർ ഓഫ് ദ ബിസിനസ് ഓപ്പറേഷൻസ്. അല്ലേ, ബിസിനസ് ഓപ്പറേഷൻസിൻ്റെ ഒരു സ്റ്റാറ്റിക്, ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളൊരു പിക്ചറാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ ശരിക്കും എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഓപ്പറേഷൻസ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. നോക്കാം, ടൈപ്സ് ഓഫ് ബ്രേക്ക് ഇവൻ ചാർട്ട്സ് ആണ്. ബ്രേക്ക് ഇവൻ ചാർട്ട്സ് 6 ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് വൺ സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട്, കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ട്, അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൻ ചാർട്ട്, കൺട്രോൾ ബ്രേക്ക് ഇവൻ ചാർട്ട്, ക്യാഷ് ബ്രേക്ക് ഇവൻ ചാർട്ട് ആൻഡ് പ്രോഫിറ്റ് വോളിയം ബ്രേക്ക് ഇവൻ ചാർട്ട്. ഫസ്റ്റ് വൺ നോക്കാം, സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട്. സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട് ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം എങ്ങനെയാണ് സിമ്പിൾ ബ്രേക്ക് ഇവൻ ചാർട്ട് വരുന്നതെന്ന്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫിക്സഡ് കോസ്റ്റ് എന്തായിരിക്കും, റിമൈൻ അൺചേഞ്ച്ഡ് അല്ലേ. ഫിക്സഡ് കോസ്റ്റ് വിൽ ബി റിമൈൻ അൺചേഞ്ച്ഡ് അല്ലേ. പിന്നെ പറയുന്നത് ടോട്ടൽ റവന്യൂ. ഓക്കെ, ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് ഇവിടെ വോളിയം ആയിരിക്കും, ഓക്കെ, ഔട്ട്പുട്ട് ആയിരിക്കും, ഇവിടെ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഓക്കെ, അപ്പോൾ വോളിയം ആയിരിക്കും, ഇവിടെ കോസ്റ്റ് ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വോളിയം കൂടുന്നതിനനുസരിച്ച് ടോട്ടൽ റവന്യൂ ഇൻക്രീസ് ചെയ്യും. ഇവിടെ വേരിയബിൾ കോസ്റ്റും സെയിം തന്നെയാണ്. വേരിയബിൾ കോസ്റ്റും എന്ത് ചെയ്യുന്നതാണ്, വേരിയബിൾ കോസ്റ്റും ടോട്ടൽ റവന്യൂ സെയിം തന്നെ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ചെയ്ത് വരും. ഓക്കെ, ഇനി നമ്മൾ നോക്കുന്നത് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് അല്ലേ. പഠിച്ചിട്ടില്ലേ, ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ആ ഗ്രാഫ് എവിടെയാണ് വരയ്ക്കുക, ആ ഗ്രാഫ് വരയ്ക്കുന്നത് എവിടെയാണ്, ടോട്ടൽ കോസ്റ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് പ്ലസ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും, ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് ഈ രണ്ട് ഗ്രാഫിൻ്റെയും കൂടി ടോട്ടലാണ് ഈ ഒരു ലൈൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പോൾ അതുവരെ ക്ലിയർ ആയി. ഓക്കെ, അതെന്ന് പറയുന്നത് ടോട്ടൽ റവന്യൂ. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. വേരിയബിൾ കോസ്റ്റ് അല്ലെങ്കിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്ന ലൈൻ ഇതാണ്. ഈ ലൈനാണ് ടോട്ടൽ റവന്യൂ. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ഫിക്സഡ് കോസ്റ്റ് ആണ്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്ലസ് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ്. അത് വരുന്ന സമയത്ത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് അല്ലേ. ഇവിടെ വോളിയം ആണ്, ഇവിടെ റുപ്പീസിലാണ്, അതായത് ഇൻ കോസ്റ്റ് ആണ് അല്ലേ. അപ്പം ഈ ഒരു പോയിന്റ്, ഈ പോയിന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, BEP പോയിന്റ് എന്ന് പറയുന്നത്. ഈ ഒരു പോയിന്റിനെയാണ് നമ്മൾ BEP പോയിന്റ് എന്ന് പറയുന്നത്.
ഈ ഇവിടെ വരുമ്പം ഇതിനെ യൂണിറ്റ്സിലാണ് ബി പി പോയിന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ബി പി പോയിന്റ് വരുന്നത് ഇവിടെയാണ്. ബി പി പോയിന്റ് യൂണിറ്റ്സിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഇൻ റുപ്പീസിൽ അല്ലെങ്കിൽ കോസ്റ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത് ഇവിടെയായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞത് പ്രകാരം ഇതിന് താഴേക്ക്, അതായത് ഈ ലൈനിന് താഴേക്ക്, അതായത് നമുക്ക് നോക്കാം, വേറൊരു ലൈനിലേക്ക് നോക്കാം, വേറെ ഒരു, അതായത് ഇതിന് താഴേക്ക് വരുന്ന ഈ പോർഷനില്ലേ, ഈ പോർഷനിന് താഴേക്ക് വരുന്ന ഈ ഭാഗം മുഴുവൻ, ഈ ബി പി പോയിന്റിന് താഴേക്ക് വരുന്ന ഭാഗം മുഴുവൻ ലോസ് ആയിരിക്കും. ഇനി അതിൻ്റെ മുകളിലേക്ക് വരുന്ന ഈ ആംഗിളിൽ വരുന്ന ഫുൾ പോർഷൻ ആയിരിക്കും പ്രോഫിറ്റ്. ഓക്കെ, അതായത് ബി പി പോയിന്റിന് താഴേക്ക് ലോസും ബി പി പോയിന്റിന്റെ മുകളിലേക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ബി പി പോയിന്റിൽ നോ പ്രോഫിറ്റ് നോ ലോസ് ആയിരിക്കും. ക്ലിയർ ആവുന്നുണ്ടോ? ബി പി പോയിന്റിന് താഴെ ലോസ് ആയിരിക്കും, ബി പി പോയിന്റിന് മുകളിലേക്ക് പ്രോഫിറ്റ് ആയിരിക്കും. നോ പ്രോഫിറ്റ് നോ ലോസ് ആയിരിക്കും. ബി പി പോയിന്റ് യൂണിറ്റിലേക്കാണ് അറിയേണ്ടതെങ്കിൽ താഴേക്ക് നോക്കുക, ഇവിടെ ആയിരിക്കും യൂണിറ്റിൽ അറിയേണ്ടത്. ഇങ്ങോട്ടേക്കാണെങ്കിൽ അത് നമുക്ക് എത്ര റുപ്പീസിലാണെന്ന് അറിയാം. ഇനി വേറൊരു കാര്യം പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒന്നുമില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ്, ഈ ഒരു കോണില്ലേ, ഈ ഒരു കോണ് നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു കോണിനെയാണ് നമ്മൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കോണിനെ, അതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഈ കോണ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കൂടും, ഈ കോണ് കുറയുന്നതിനനുസരിച്ച് നമ്മുടെ പ്രോഫിറ്റ് കുറയും. ഇതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഈ ഇതിൻ്റെ അടുത്ത സ്ലൈഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നോക്കാം, നമുക്ക് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിലേക്ക് പോവാം. ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബി പി പോയിന്റ് പറയുന്നുണ്ട്. ബി പി പോയിന്റ് എന്ന് പറയുന്നത് ബ്രേക്ക് ഈവൻ പോയിന്റ് ആണ്. അവിടെ TR, ടോട്ടൽ റവന്യൂ ഈസ് ഇക്വൽ ടു, അതായത് ഇതാണ് ടോട്ടൽ റവന്യൂവിൻ്റെ പോയിന്റ്. ഇതെന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിൻ്റെ ലൈനാണ്. ഇതെന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റിൻ്റെ പോയിൻ്റാണ്. ഇത്രം എന്ന് പറയുന്നത്, അതായത് ഈ പോയിന്റില്ലേ, ഈ ഇത്ര പോയിന്റ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് ഈ പോയിന്റ്സ് ബി പി എന്ന് പറയുന്ന പോയിന്റ്സിൽ ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റിന് ഈക്വൽ ആയിരിക്കും. ഇതിൻ്റെ താഴേക്ക് ലോസ് ആയിരിക്കും, മുകളിലേക്ക് പ്രോഫിറ്റ് ആയിരിക്കും. ബി പി പോയിന്റിലെ യൂണിറ്റ്സിലേക്കാണെങ്കിൽ താഴേക്ക് നോക്കിയാൽ മതി, ഇവിടെ 5 ആണ് യൂണിറ്റ്സ്. റുപ്പീസിലാണ് അറിയേണ്ടതെങ്കിൽ ഈ സൈഡിലേക്ക് നോക്കുക. പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഒന്നുമില്ല. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് ഈ കോണിൻ്റെ, അതായത് ആ പ്രോഫിറ്റ് വരുന്ന കോണിന് എത്ര ആണോ ഡിഗ്രി, അതിനെയാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് പറയുന്നത്. അതിൻ്റെ ഡിഗ്രി കൂടി വരുമ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ആംഗിൾ കൂടി വരുന്നതിനനുസരിച്ച് പ്രോഫിറ്റിൻ്റെ റേറ്റ് കൂടി വരും. അതാണ് സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ആംഗിൾ ഫോർ ദ ബി പി. ബി പി പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബി പി ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആംഗിൾ ബിറ്റ്വീൻ സെയിൽസ് ലൈനിനും ഇടയ്ക്കാണ് എന്തുണ്ടാവുന്നത്, ബി പി ഉണ്ടാവുന്നത്. ടോട്ടൽ സെയിൽസ് ലൈനും ഇത് ടോട്ടൽ കോസ്റ്റ് ലൈൻ, ഇതിന് രണ്ടിനും ഇടയ്ക്ക് വരുന്ന
ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ദ ഇൻഡിക്കേറ്റർ ഓഫ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ഫേം അല്ലേ. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് BEP പോയിന്റിന്റെ മുകളിൽ വരുന്ന പോയിന്റ് ആണ്, അതായത് പ്രോഫിറ്റിന്റെ അവിടെ വരുന്ന ഇൻഡിക്കേറ്റർ ആണ്. സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റിനെ ഷോ ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ്. ലാർജ് ആംഗിൾ ആണെങ്കിൽ, ആ ഇൻഡിക്കേറ്ററിന്റെ ആംഗിൾ കൂടിയാണെങ്കിൽ അവിടെ ഹയർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. സ്മോളർ ആംഗിൾ ആണെങ്കിൽ ലോവർ റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആയിരിക്കും ഉണ്ടാവുക. പിന്നെ പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് എങ്ങനെ ഇൻക്രീസ് ചെയ്യാം, വേണമെങ്കിൽ സെല്ലിംഗ് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയോ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുകയോ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് വൺ ആണ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട്. കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ടും സെയിം തന്നെയാണ്. ഒരു സിമ്പിൾ ബ്രേക്ക് ഈവൻ ചാർട്ടിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഈവൻ ചാർട്ട് എന്ന് പറയുന്നത്. ഇത് അത്ര പോപ്പുലർ ഒന്നും അല്ല, പക്ഷേ കുറച്ചും കൂടി ഇൻഫോർമേറ്റീവ് ആണ്. ഇതിലെന്ന് പറയുന്നത് സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും നമ്മൾ വരയ്ക്കും. സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും വരയ്ക്കും. ഇതാണ് സെയിൽസ് ലൈൻ, വേരിയബിൾ കോസ്റ്റ് ലൈനും കൂടി നമ്മൾ വരയ്ക്കും. ഓക്കെ. The difference between sales line and represents the contribution. അതായത് ഈ രണ്ട് ഡിഫറൻസ് ഇല്ലേ, അതായത് ഈ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ ഈ ഒരു ഡിഫറൻസ് വന്നില്ലേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഈ രണ്ട് ലൈൻസ് കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും നമ്മൾ വരയ്ക്കും. സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും നമ്മൾ വരയ്ക്കും. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. കണ്ടോ, ഈ ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈൻ വരയ്ക്കുന്നത് എപ്പോഴും വേരിയബിൾ കോസ്റ്റ് ലൈനിന് പാരലൽ ആയിരിക്കും. ഇപ്പോൾ നമ്മൾ വേരിയബിൾ കോസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് വരച്ചതെങ്കിൽ അതിന് പാരലൽ ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ടോട്ടൽ കോസ്റ്റ് ലൈനും വരയ്ക്കുന്നത്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ടോട്ടൽ കോസ്റ്റ് ലൈൻ ഇങ്ങനെയാണ് വരച്ചേക്കുന്നത് അല്ലേ. അതെന്ന് പറയുന്നത് വേരിയബിൾ കോസ്റ്റ് ലൈനിന് പാരലൽ ആയിട്ടാണ് വരച്ചേക്കുന്നത്. ഇതിലൊന്നുമില്ല, സെയിൽസ് ലൈനും ഉണ്ടാവും, വേരിയബിൾ കോസ്റ്റ് ലൈന് നമ്മൾ വരച്ചിട്ടുണ്ടാവും. ഇത് തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും കോൺട്രിബ്യൂഷൻ. ഓരോ ലെവൽസ് ഓഫ് ആക്ടിവിറ്റീസിൽ വരുന്ന കോൺട്രിബ്യൂഷൻ നമുക്ക് ഈ ഗ്രാഫിൽ കൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. Difference between variable cost line and total cost line shows the fixed cost. Difference between variable cost line and total cost line. അതായത് ടോട്ടൽ കോസ്റ്റ് ലൈനും അതുപോലെ തന്നെ വേരിയബിൾ കോസ്റ്റ് ലൈനും ഇത് തമ്മിലുള്ള ഡിഫറൻസ്. വേരിയബിൾ കോസ്റ്റ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. ഓക്കെ, വേരിയബിൾ കോസ്റ്റ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഫിക്സഡ് കോസ്റ്റ് ആയിരിക്കും. സെയിൽസ് ലൈനും വേരിയബിൾ കോസ്റ്റ് ലൈനും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഗ്രാഫിക്കലായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സെയിൽസ് ലൈനും കോൺട്രിബ്യൂഷനും തമ്മിലുള്ള ഡിഫറൻസ്, അതിനെ നമ്മൾ എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത്? ഇതെന്ന് പറയുന്നത് ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഫോർ പ്രിപ്പയറിംഗ് കോൺട്രിബ്യൂഷൻ ബ്രേക്ക് ഇവൻ ചാർട്ടാണ്. കോൺട്രിബ്യൂഷൻ അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ് ഓഫ് ഔട്ട്പുട്ട് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് ദ കോൺട്രിബ്യൂഷൻ ലൈൻ എന്ന് പറയുന്നത് സെപ്പറേറ്റ്ലി ഡ്രോൺ ചെയ്തിട്ടുണ്ട്. വേരിയബിൾ കോസ്റ്റ് ലൈൻ ആൻഡ് ടോട്ടൽ കോസ്റ്റ് ലൈൻ നോട്ട് ഡ്രോൺ. വേരിയബിൾ കോസ്റ്റ് ലൈനും ടോട്ടൽ കോസ്റ്റ് ലൈനും നമ്മൾ വരച്ചിട്ടില്ല. The point where fixed cost line and contribution line intersect is BEP. Fixed cost line contribution line intersect ചെയ്യുന്ന പോയിന്റ് ആണ് BEP. ഫിക്സഡ് കോസ്റ്റ് ഏതൊക്കെ പോയിന്റ് ആണ്? ഫിക്സഡ് കോസ്റ്റ് ലൈനും കോൺട്രിബ്യൂഷനും. ഫിക്സഡ് കോസ്റ്റ് ലൈനും കോൺട്രിബ്യൂഷനും. ഫിക്സഡ് കോസ്റ്റ് ലൈനും കോൺട്രിബ്യൂഷനും ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് BEP എന്ന് പറയുന്നത്. അതായത് കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റ് ലൈനും രണ്ടും കൂടി ഇന്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് ഇവിടെ BEP എന്ന് പറയുന്നത്. അറ്റ് BEP കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. കോൺട്രിബ്യൂഷൻ ഈസ് ഈക്വൽ ടു ഫിക്സഡ് കോസ്റ്റ്. അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്, കോൺട്രിബ്യൂഷനും ഫിക്സഡ് കോസ്റ്റും ഈക്വൽ ആവുന്ന പോയിന്റ് ആണ് നോ പ്രോഫിറ്റ് നോ ലോസ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു ആൾട്ടർനേറ്റീവ് മെത്തേഡിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ.
നെക്സ്റ്റ് നോക്കാം, തേർഡ് ചാർട്ടാണ് അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൺ ചാർട്ട്. Analytical break-even chart analyze variable cost at different elements such as direct material, direct wages, variable factory overheads, variable office overhead and variable selling and distribution overhead. അതായത് നമ്മൾ വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസ് എടുക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വേരിയബിൾ കോസ്റ്റിൻ്റെ ഡിഫറെൻറ്റ് കാറ്റഗറീസിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്ത് കൂടുതൽ ഇൻഫോർമാറ്റീവായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് എന്താണ് സാധാരണ പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, വേരിയബിൾ കോസ്റ്റും ടോട്ടൽ റവന്യൂവിൻ്റെ പോയിൻറ്റും ടോട്ടൽ കോസ്റ്റ് ലൈനും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻറ്റിനെ ബി പി എന്ന് പറയുന്നു. അതിന് താഴെ വരുന്നതിന് ലോസ് ഏരിയ എന്നും മുകളിലേക്ക് വരുന്നതിന് പ്രോഫിറ്റ് ഏരിയ എന്ന് പറയുന്നു. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാം സെയിം തന്നെ, സിമ്പിൾ വരുന്ന അതുപോലെ തന്നെയാണ് അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൺ ചാർട്ട് എന്ന് പറയുന്നത്. അനലിറ്റിക്കൽ ബ്രേക്ക് ഇവൺ ചാർട്ടിൽ എന്താണ് വേരിയബിൾ കോസ്റ്റിൻ്റെ കാറ്റഗറീസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഫാക്ടറി ഓവർഹെഡ്, ഓഫീസ് ഓവർഹെഡ്, സെല്ലിംഗ് ഓവർഹെഡ് കാറ്റഗറീസും കൂടി കൊടുത്ത് അതിൻ്റെ ലൈൻസും കൂടി ആഡ് ചെയ്യുന്നു. നെക്സ്റ്റ് കാറ്റഗറിയാണ് കൺട്രോൾ ബ്രേക്ക് ഇവൺ ചാർട്ട്. കൺട്രോൾ ബ്രേക്ക് ഇവൺ ചാർട്ട് ഈസ് മെയിൻലി യൂസ്ഡ് ബൈ ദ മാനേജ്മെൻറ്റ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിന്? ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം, ഒരു എൻ്റർപ്രൈസിൽ യൂസ് ചെയ്യുന്ന ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റം, അതിന് വേണ്ടിയിട്ടാണ്, ബഡ്ജറ്ററി കൺട്രോൾ സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആക്ച്വൽ ഡാറ്റയും ബഡ്ജറ്റഡ് ഡാറ്റയും ബഡ്ജറ്റിന് വേണ്ടിയിട്ടാണ്, ബഡ്ജറ്ററി കൺട്രോളിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ ആക്ച്വൽ ഡാറ്റയും ബഡ്ജറ്റഡ് ഡാറ്റയും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ എന്തൊക്കെയാണ് ബഡ്ജറ്റഡ് വേരിയൻസ്? അതായത് സെയിൽസ് വേരിയൻസ്, സെയിൽസ്, കോസ്റ്റ്, പ്രോഫിറ്റ്, ഇതൊക്കെ തമ്മിൽ ആക്ച്വലും ബഡ്ജറ്റഡ് ഡാറ്റേഴ്സും തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൺട്രോൾ ബ്രേക്ക് ഇവൺ ചാർട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് വിത്ത് ആക്ച്വൽ സെയിൽസ് വിത്ത് ബഡ്ജറ്റഡ് സെയിൽസ്, പിന്നെ ആക്ച്വൽ കോസ്റ്റ് വിത്ത് ബഡ്ജറ്റഡ് കോസ്റ്റ്, പിന്നെ ആക്ച്വൽ ബി പി വിത്ത് ബഡ്ജറ്റഡ് ബി പി, പിന്നെ ആക്ച്വൽ പ്രോഫിറ്റ് വിത്ത് ബഡ്ജറ്റഡ് പ്രോഫിറ്റ്. ഇതെല്ലാം വെച്ച് എന്ത് ചെയ്യും, അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പാരിസൺസ് നടത്തും. ഇനി ഇങ്ങനെ കമ്പാരിസൺ നടത്തുമ്പോൾ എന്തെങ്കിലും വേരിയൻസ് ഉണ്ടെങ്കിൽ ആ വേരിയൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെഷേഴ്സ് എടുക്കുകയും ചെയ്യും. നെക്സ്റ്റ് വൺ ആണ് ക്യാഷ് ബ്രേക്ക് ഇവൺ ചാർട്ട്. ക്യാഷ് ബ്രേക്ക് ഇവൺ ചാർട്ട് എന്ന് പറയുന്നത് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബ്രേക്ക് ഇവൺ ചാർട്ട് ഷോ ചെയ്യുന്നത്. അതായത് ക്യാഷ് സെയിൽസും ക്യാഷ് എക്സ്പെൻസും തമ്മിൽ ഈക്വൽ ആക്കുന്ന പോയിന്റ്, അത് ഫൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ് ഇൻഫ്ലോസ് ആണ് അല്ലേ? ക്യാഷ് സെയിൽസ് എന്ന് പറയുന്നത് ക്യാഷ്, കമ്പനിയുടെ പ്രൊഡക്ട്സ് വിറ്റിട്ട് കമ്പനിയിലേക്ക് വരുന്ന ക്യാഷ് ഇൻഫ്ലോസും, കമ്പനിയുടെ എക്സ്പെൻസ് എന്ന് പറയുന്നത് ക്യാഷ് ഔട്ട്ഫ്ലോ, ഇത് രണ്ടും ഈക്വൽ ആവുന്ന പോയിന്റ്സ് ആണ് ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാഷ് ബ്രേക്ക് ഇവൺ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, എല്ലാ ക്യാഷ് എക്സ്പെൻസസും അതുപോലെ തന്നെ ക്യാഷ് ഇൻഫ്ലോസും പ്രിപ്പയർ ചെയ്യും. ഓക്കെ, നോൺ ക്യാഷ് ഫിക്സഡ് കോസ്റ്റ് ആർ ഷോൺ ആഫ്റ്റർ ദ ക്യാഷ് ടോട്ടൽ കോസ്റ്റ് ലൈൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇൻഫോർമേഷൻസ് entire variable cost is supposed to be paid in cash. The point at which the sales line intersects the cash total cost line is the cash break-even point. അതായത് സെയിൽസിൻ്റെ ലൈന് ക്യാഷ് ടോട്ടൽ കോസ്റ്റിനെ ക്യാഷിൻ്റെ ക്യാഷ് സെയിൽസ് കമ്പനിയുടെ ടോട്ടൽ എക്സ്പെൻസിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് എന്ന് പറയുന്നത്. അതിൽ അത്രയും പഠിച്ചാൽ മതി. ക്യാഷ് ബ്രേക്ക് ഇവൺ പോയിന്റ് ഷോസ് ദ point at which cash inflows are equals to the cash outflows. Cash inflows means sales, cash outflows means expenses, cash expenses. പിന്നെ പറയാം, it is the point at which cash sales intersects with the cash total cost. Okay, ഇവിടെ അതിനൊരു ഗ്രാഫ് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ അതൊന്ന് ജസ്റ്റ് നോക്കുന്നേ ഉള്ളൂ. അതായത് ടോട്ടൽ കോസ്റ്റ്, ഇതാണ് ടോട്ടൽ റവന്യൂ, ടോട്ടൽ കോസ്റ്റ്, ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് എന്ത്, ക്യാഷ് ബ്രേക്ക് ഈവൺ ചാർട്ട് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് പ്രോഫിറ്റ് വോളിയം ചാർട്ട്. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസ്. കോസ്റ്റ് വോളിയം പ്രോഫിറ്റ് അനാലിസിസിൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്.
ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ദ പ്ലേസ് ഓഫ് ബ്രേക്ക് ഇവൺ ചാർട്ട് ഓർ എലോങ് വിത്ത് ബ്രേക്ക് ഇവൺ ചാർട്ട്. ബ്രേക്ക് ഇവൺ ചാർട്ടിൻ്റെ കൂടെ തന്നെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ബ്രേക്ക് ഇവൺ ചാർട്ടിൻ്റെ പ്ലേസിലും യൂസ് ചെയ്യുന്നതാണിത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബ്രേക്ക് ഇവൺ ചാർട്ട്. പ്രോഫിറ്റ് ബ്രേക്ക് ഇവൺ ചാർട്ട് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ദ പ്രോഫിറ്റ് ഗ്രാഫ് ഷോസ് ദ റിലേഷൻഷിപ്പ് ഓഫ് പ്രോഫിറ്റ് ടു വോളിയം ഓഫ് സെയിൽസ്. പ്രോഫിറ്റും വോളിയം ഓഫ് സെയിൽസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഷോസ് ഹൗ പ്രോഫിറ്റ് ചേഞ്ചസ് ഇൻ റെസ്പോൺസ് ടു ചേഞ്ച് ഇൻ സെയിൽസ് വോളിയം. സെയിൽസ് വോളിയത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് പ്രോഫിറ്റിൽ എന്ത് ചേഞ്ചാണ് വരുന്നത് അത് ഷോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോഫിറ്റ് വോളിയം ചേഞ്ച്. ആ പേര് തന്നെയുണ്ട്. വോളിയത്തിൽ വരുന്ന ചേഞ്ച് കൊണ്ട് സെയിൽസ് വോളിയത്തിൽ വരുന്ന ചേഞ്ച് എങ്ങനെയാണ് പ്രോഫിറ്റിൽ ചേഞ്ച് കൊണ്ടുവരുന്നത്. ഇറ്റ് ഈസ് മോർ യൂസ്ഫുൾ ദാൻ ദ ബ്രേക്ക് ഇവൺ ചാർട്ട് ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇറ്റ് ഷോസ് ദ എമൗണ്ട് ഓഫ് പ്രോഫിറ്റ് ഡയറക്റ്റ്ലി. എത്ര പ്രോഫിറ്റ് ചേഞ്ച് വരുന്നുണ്ടെന്ന് ഡയറക്റ്റായിട്ട് ഷോ ചെയ്യും. ഓക്കെ, ബ്രേക്ക് ഇവൺ ചാർട്ടിന് യൂസ് ചെയ്യുന്ന സെയിം ഇൻഫോർമേഷൻ ആണ് ഇതിനും യൂസ് ചെയ്യുന്നത്. ഓക്കെ, that's all for today's class. See you in the next class. Till then, goodbye.